വളരെ ലൈറ്റ് ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബോധം കിട്ടുമോ? 1.5 മണിക്കൂർ നേരത്തെ എനിക്ക് ബോധം ഉണ്ടാവില്ല. ഫിക്സിൻ്റെ ഭാഗമാണ്. 2 വയസ്സ് മുതൽ തുടങ്ങിയിട്ടില്ല. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ചത്തേക്കാൻ തോന്നും, അത്രയും വേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ ഒരു മെഡിസിനാണ് എൻ്റെ കല. നാടൻ പാട്ട് പാടുമ്പോൾ മാത്രമേ എൻ്റെ കുഞ്ഞ് ചലിക്കൂ. നാടൻ പാട്ടിൻ്റെ ഒച്ച അന്നൊരു ജഡ്ജ്മെൻ്റ് ഇല്ല. ആ ഒരു ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ചലിക്കൂ. എന്നാലെന്താ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. പക്ഷേ സിൻസിയറായിട്ട് പ്രണയിച്ച ആളെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അതിലുപരി തൊട്ടടുത്തുള്ള ഒരാൾ എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉണക്ക് നന്നായിട്ട് അറിയാം, അടിപൊളിയായിട്ട് അറിയാം. ഇന്നും ഏത് സ്റ്റേജിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഉറപ്പ് പറയാം, ഒരു പ്രൈസ് ഞാൻ അടിക്കും. അഹങ്കാരത്തിൽ അവളെ ഒരു പുരുഷൻ അധീനയാക്കേണ്ടതാണ്. നാം കുബേർ നമ്മ രാജ്യത്തെ കാപ്പാത്തുறதுக்கு அந்த അമ്പബലിയെ നാം പൊണ്ടാട്ടിയായി വാഴിക്ക പോരെ. എൻ്റെ മോനെ കൊള്ളുന്ന രീതിയിൽ 2 വാചകം വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പ്രതികരിച്ചിന്. എൻ്റെ മോനെ ഞാനല്ലാണ്ട് നീ വന്നിട്ട് നോക്കുമോ? ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അനന്തശയനത്തിൽ കിടന്ന്, അങ്ങനെ പറയാം, അനന്തശയനത്തിൽ കിടന്ന് കുട്ടി കാലുമ്പോൾ കാലെത്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ജഡ്ജ് ചെയ്യുന്നത് ഒരു ജഡ്ജായിട്ട് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും. എൻ്റെ ഗുരുക്കന്മാർ അതെന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോന്നോ? ജഡ്ജസ് ഏറ്റവും കൂടുതൽ ഇല്ല, കൊടുക്കേണ്ടി വന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ ഇട്ടിട്ട് പോയി. മൂഷിക വാഹന മോദക ഹസ്ത ചാമര കർണ വിളംബിത സൂത്ര വാമന രൂപ മഹേശ്വര. മോള് ചോദിച്ചില്ല, ചോദിക്കോ എന്ന് എനിക്കറിയില്ല. അവസാന എല്ലാ പരിപാടിയും ഇപ്പോൾ എല്ലാം ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ക്ലിക്കായിട്ടുള്ളത് ഉള്ള പറയാം. അപ്പോൾ ഈ അവസാനം ഇവർ ഈ വീഡിയോയിൽ കാണുന്നതൊന്നും കൈകൊട്ടിക്കളിയുടെ പെർഫോമൻസ് അല്ല. പരിപാടി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ടിടുന്നു. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. വൈറലായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ആശാനും പിള്ളേരും, അവരില് തന്നെ മറ്റേ മണിക്കുട്ടി പരിപാടി. അപ്പൊ അത് കാണുമ്പോ ശരിക്കും പറഞ്ഞ ഇതിനെനിക്ക് വരെ തോന്നിയിട്ടുണ്ട്, ഇത് കൈകുട്ടിക്കളിയാണോ, ഇതാണോ കൈകുട്ടിക്കളി, ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ആൾക്കാരെ കലികാലം തോന്നിപ്പോലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈകുട്ടിക്കളിയുടെ ഭാഗയല്ല. മത്സരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇഷ്ടമുള്ള പാട്ടിടുക. അതായത് ഇപ്പം പറയുന്നില്ലേ, 10 ടീം വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി ടീമുകൾ ഫൈറ്റിംഗ് ആ കൂടുക. അത് കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ടീമുകൾ നിൽക്കുന്നത്? കാരണം 10 മിനിറ്റ് ആണെങ്കിൽ എനിക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ ഒരു ജഡ്ജ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റേ കൊണ്ട് കഴിഞ്ഞിട്ടാകും. കാരണം ആ 10 ടീം കളിക്കുന്ന സമയത്തും എൻ്റെ മൈൻഡ് വേറെ എവിടെയും പോകില്ല. ഞാൻ അതിൽ തന്നെ ആയിരിക്കും. വള്ളി പുള്ളി തെറ്റാതെ എൻ്റെ മുഖത്ത് ഏത് ഭാവപ്രകടനങ്ങൾ ആരും ഒപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും. ചിരിയും നോട്ടവും സപ്പോർട്ടിങ് എല്ലാം അതിലായിരിക്കും. അതിങ്ങനെ ഉണ്ടാവും. മുഖം മുഴുവൻ ഇടിയാണെങ്കിലും കൈ ഫുൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുവരെ ഓവർ എക്സ്പ്രഷൻ്റെ എന്തോ കാണിക്കും. എൻ്റെ എഴുത്ത് വൃത്തിയിൽ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റിയത്. പക്ഷെ വെലിങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കങ്ങ് മനസ്സിലാവും. പേപ്പർ ഇഷ്ടം പോലെ വേണ്ടി ഒരു എസ്സേ എഴുതുന്ന പോലെ. കാരണം അവർക്ക് കൊടുക്കാനില്ല, കുട്ടിയൊക്കെ മനസ്സിലാവും. പക്ഷെ ചില സ്ലാങ്, ഇന്ന കുട്ടി ഇങ്ങനെ വീഴാൻ കുനിഞ്ഞു, അപ്പോൾ കുനിഞ്ഞു എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാർക്ക് കുനിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെന്ത് ചെയ്യും, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർ നോക്കുമ്പോൾ അത് തിരുത്താൻ പറ്റും. പക്ഷേ ഇതെല്ലാം വേഗം പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ അത് മൈക്കിലെ കൂടിയും ഞാൻ മൈക്ക് എടുത്തിട്ട് ഒരിക്കലും ഒരു കുട്ടീന് നിങ്ങളുടെ ടീമിൽ ഇന്ന കുട്ടി കളിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാതിരുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എന്നിട്ടും പറയുകയില്ല. കാരണം ആ കുട്ടികൾ നാളെയും കളിക്കണം. എന്നോട് പല കമ്മിറ്റിക്കാരും പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ അതും കൂടി പറയണം. ഞാൻ പറഞ്ഞു സോറി, പ്ലസ് പോയിന്റ് ഞാൻ പറയും, എല്ലാവരെയും ഞാൻ പറയും. എല്ലാ ടീമിലും 27 30 ടീമുണ്ടെങ്കിലും അതിലെ മികച്ച കളിച്ച കുട്ടീൻ്റെ പേരല്ല, ആ കുട്ടീനെയും ഞാൻ പറയുന്ന കോഡ് നമ്പർ, അതിലെ പ്ലസ് പോയിന്റ്, കൊറിയോഗ്രഫി എല്ലാം പറയും. പക്ഷേ അതിൽ ഇന്ന കോഡ് നമ്പറിൽ ഇന്ന കുട്ടി ഇങ്ങനെ കളിച്ചു തെറ്റിച്ചു, അതുകൊണ്ട് ഇന്നതിന് കിട്ടിയില്ല, ആ പാട്ട് കൊള്ളൂല, നിങ്ങൾ എന്തിനാ പാട്ടെടുത്തു, നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന എടുത്തോട്ടെ എന്നുള്ള രീതിയിലുള്ള വാചകം ഒരിക്കലും മൈക്കിലെ കൂടി പറയാനോ പബ്ലിക്കലി പറഞ്ഞ് അവരെ താത്താനോ എന്നെ കൊണ്ട് പറ്റൂല. അത് പറഞ്ഞുകൊണ്ട് മാത്രമൊന്നും ഒരു ടീം വിജയിക്കുകയൊന്നുമില്ല. അത് പറയുന്ന രീതിയുണ്ട്, കാണിച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. മോളൂട്ടീൻ്റെ ആ പാട്ട് ഇങ്ങനെ മാറ്റാം, അതും കൂടി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉഷാറാവും. ഒന്നുമില്ല, ചെറുങ്ങനെ തെറ്റിയിട്ടേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറുന്നേ ഉള്ളൂ. അല്ലാതെ അവരടുത്ത് ഭരിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. കൂളായി പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരെ ഇവർ കാത്തുക്കും. ടീച്ചറെ ഒരു ഡാൻസ് ചെയ്യാം നമ്മളെ കൂടെ, അവരെ എൻജോയ്മെൻറ്റാണ്.
അപ്പോൾ അവസാനം എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്. ചിലപ്പോൾ അതിൽ മറ്റേ എന്താണ് യാമിന വക്ക ഈ പാട്ട് വരെ ഇടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്. ഡപ്പാങ്കൂത്ത് അറിയാം, വെസ്റ്റേൺ അറിയാം, ബെല്ലി അറിയാം, സാൾസ അറിയാം, സാമ്പ അറിയാം. മോണാക്ട് അറിയാലോ. അപ്പോൾ മോണാക്ട് നന്നായിട്ട് അറിയാം, അടിപൊളിയായിട്ട് അറിയാം. ഇന്നും ഏത് സ്റ്റേജിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഉറപ്പ് പറയാം ഒരു പ്രൈസ് ഞാൻ അടിക്കും. അഹങ്കാരത്തിൽ പറയാം, ഒരു പ്രൈസ് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഏതായിരുന്നു അതിൽ ചെയ്ത? ഞാൻ കണ്ണകി ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്പപാലിയത്. ഒരു ചെറിയ മൂമെന്റ് ഞാൻ പറഞ്ഞുതരാം, പൊട്ടിപ്പോകുമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. അതും കൂടി പറയാം. സഭാപതി അതിസുന്ദരിയായ അംബപാലി അവിവാഹിതയായി തുടരുന്നത് ഈ രാജ്യത്തെ യുവാക്കൾക്കിടയിൽ അസ്വസ്ഥത വളരാൻ കാരണമാകുന്നു. അതിനാൽ എത്രയും പെട്ടെന്നൊരു വെളി കഴിപ്പിച്ച് അവളെ ഒരു പുരുഷൻ അധീനയാക്കേണ്ടതാണ്. നാം കുബേർ നമ്മ രാജ്യത്തെ കാപ്പാത്തുறதுக்கு அந்த അംബപാലിയെ നാം പൊണ്ടാട്ടിയായി വാഴിക്ക പോരെ. ഈ സേനാനായകൻ രണകേസരിയല്ലേ അംബപാലിക്ക് അനുയോജ്യൻ? നിർത്തുകൈ ജൽപ്പനങ്ങൾ. ഈ രാജ്യത്തെ ആചാര്യനായ നമ്മുടെ അഭിപ്രായത്തിൽ അംബപാലിക്ക് അനുയോജ്യൻ ഒരാൾ മാത്രം, സഭാപതി. സഭാപതി മാത്രം. ഹൈ 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 ആയിക്കോട്ടെ അംബപാലിയെ ഹാജരാക്കുക. വിജയിക്കുകയാണെങ്കിൽ സർവകലാരത്ന പദവിയും താമ്രപത്രവും തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ടു തൊഴുമാരേ. ഇത്രയും സൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചലിപ്പിക്കാൻ പറ്റുന്ന ഇതെനക്കൊരു പുത്തരിയല്ല. ആളെന്തോ പറയുമ്പോ എനിക്ക് അതുപോലെ തന്നെ പലരും പറയും അവളെ ഈ തുള്ളിക്കളിയല്ല കൈകൊട്ടിക്കളി അറിയാണ്ട് ഞാനിവിടെ കളിക്കാൻ നിൽക്കുമോ? ആ ഈ ഡയലോഗ് പറയുന്നവർക്ക് ഇത് അറിയുന്നില്ല. പക്ഷെ അവസാനം കാണുന്നത് ഒരിക്കലും കൈകൊട്ടിക്കളിയല്ല. കാരണം അത് കുട്ടികളുടെ ഒരു എൻജോയ്മെൻറ്റാണ്. ചിലവർ ആ പാട്ടിൻ്റെ കൂടെ, ഞാൻ ചിലവരോട് പറയും, മക്കളെ ഇന്ന് നിങ്ങളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭാഗം വെക്ക്, അപ്പോൾ നിങ്ങൾ കളിച്ചു, അതിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്യാം. എന്നിട്ട് അവരെ സ്റ്റെപ്പ് തന്നെ അതിൻ്റെ കൂടെ കളിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് കളിക്കുന്ന പലരും കളിക്കുന്നത് കൈകൊട്ടിക്കളി അല്ല. അതാണ് പലവർക്കും വിമർശനം വരുന്നത്. പക്ഷെ അത് ഓൺലൈൻ മീഡിയ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നന്നായിട്ട്. ഇതിനിടയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സാറ് വേറെ ഒന്നല്ല, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടു. ഞാൻ കാണിച്ചു തന്ന മോശം പോവും. ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഇട്ട സമയത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ 12 കുട്ടികൾ ഞാൻ എന്താ പറയുക, അവരെ എനി ടൈം ഞാൻ പ്രോഗ്രാം ഞാൻ തന്നെ കൊണ്ടുപോകും കേട്ടോ. സേലത്തായാലും പുറത്തായാലും വിദേശത്തായാലും അവാർഡ് ഫോർ എനി ടൈം ഞാൻ തന്നെ കൊണ്ടുപോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്തിനും കൂടെ ഉണ്ടാകുന്ന മക്കളാണ്. ജഡ്ജ്മെൻറ്റിന് പോലും നല്ല പക്കയാണ്, പറയേണ്ട സ്ഥലത്ത് ഒരു കച്ചറിയുമില്ല. അങ്ങനെയുള്ള മക്കളെ കുറേ പേര് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മക്കൾ എന്നോട് ടീച്ചറെ ഒരു പോസ്റ്റർ ഉണ്ട്, ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ആ ഫോട്ടോ ഇട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇട്ട് ഇതാരാണെന്ന് അറിയാമോ എന്നാ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ആണ് നിനക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. ഇപ്പം ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഒരാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട്, കാണാത്ത രീതിയിൽ നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് ചിരിക്കുന്ന, കൈകുട്ടി ചിരിക്കും, ചിലപ്പോൾ തോളിൽ കൈയിടുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ കോല ഒരുമാതിരി വികർണി പിടിച്ച പോലെയാണ് ഉള്ളത്, അതെടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമൻറ്റ് മാത്രമല്ല, ഇതാരാ കുതിരവട്ടം പപ്പു നമുക്ക് ചിരി വരൂലേ, അത്തരത്തിലുള്ള വിഷയം. അപ്പോൾ അങ്ങനത്തെ കാണുമ്പോൾ എനിക്ക് വിഷമം വരലുണ്ട്. കാരണം ഞാൻ എല്ലാവരുടെ അടുത്തും കൂളാം. എന്നാ ചീത്ത പറയുന്നവരുടെ അടുത്ത് തന്നെ ഞാൻ അതെ അല്ലേ എന്നാൽ ശരി ടാറ്റ ബൈ കാണേ എന്നൊരു രീതിയിലാണ് പോരുക. പക്ഷെ സൈക്യം എൻ്റെ മോനെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിയായ കണ്ണൂർക്കാരി ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ കൊള്ളുന്ന രീതിയിൽ 2 വാചകം വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പ്രതികരിച്ചിന്. എൻ്റെ മോനെ ഞാനല്ലാണ്ട് നീ വന്നിട്ട് നോക്കുമോ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നതിന്. ബാക്കിയുള്ളത് അതിൻ്റെ താഴെ ഇട്ടിന്. നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ അല്ലാത്ത വേറൊരു കാര്യമുണ്ട്, അത് നാട്ടിൽ വന്ന് നോക്കിയാൽ അറിയാം. കാരണം എൻ്റെ നാട്ടുകാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്നവർ തന്നെയാണോ ഈ കമൻസ് ഒക്കെ ഇടുന്നത്? അത് എനിക്ക് കണ്ടെത്തിയെടുത്തൊരു 12-13 പേര് ഞാൻ സമ്മാനം കൊടുക്കാത്ത ടീമുകളിലെ കുട്ടികളാണ്. അതിൽ ചില ജഡ്ജസും ഉണ്ട്. അതായത് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അനന്തശയനത്തിൽ കിടന്ന്, അങ്ങനെ പറയാം, അനന്തശയനത്തിൽ കിടന്ന്
ഈ കാലുമ്മ കാലെത്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ജഡ്ജ് ചെയ്യുന്നത് ഒരു ജഡ്ജായിട്ട് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും. എൻ്റെ ഗുരുക്കന്മാർ അതന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ജഡ്ജ് ചെയ്യും കുട്ടികൾ. അതിനിടയിൽ ഫോണ് കൈകാര്യം ചെയ്യും. ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഫോണ്, അതിനിടയിൽ ഫോണ് വിളിക്കുക. അതിൻ്റെ ആവശ്യം എന്താ? ഇത്രയും എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു ടീം വരുന്നുണ്ടാവുമെന്നറിയോ? അവരെ ഒരു സന്തോഷവും ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ടായിരിക്കും അന്നത്തെ ദിവസം അവർ പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരുമാതിരി താത്തി കിട്ടുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടാതെ പാട്ടാന്നേലും കുനിഞ്ഞു നിൽക്കുക ഇങ്ങനെ. പിന്നെയോ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ കളിക്കുന്നു, ഇവരിങ്ങനെ കുത്തിന എന്നിട്ട് എഴുതുന്നു. ആ സമയത്തായിരിക്കും അവിടെ നിന്ന് തെറ്റുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള ജഡ്ജസുകളുണ്ട്. അപ്പോൾ അവരെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ എന്നോടൊരു ജഡ്ജിനെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കുകയും ചെയ്യലില്ല. അത്തരത്തിലുള്ള ജഡ്ജസ് ഒരുപാട് പേര് എന്നെക്കുറിച്ചിട്ട് പറയലുണ്ട്. അതെനിക്കറിയുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഇതുവരെ അവരെ പേരുകൾ പറയുകയും ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ഒരു 3 ദിവസം മുന്നേന്ന് വരെ എൻ്റെ കൂടെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരിക്കുന്ന സമയത്തോ നിൻ്റെ കൂടെ ഞാൻ ഇരിക്കൂല എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തിട്ടില്ല. കാരണം തെറ്റ് തിരുത്തും എന്നല്ല. കാരണം തെറ്റ് എനിക്കും വന്നിട്ടുണ്ട്, വന്നുകൂടായികയില്ല. അപ്പോൾ അത് തിരുത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അതിനോടൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ വർക്ക് പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്നുള്ളവരും എന്നെ വിളിക്കും. അത്ര തന്നെ. ടീച്ചറെ കമ്പയർ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോന്നോ? ജഡ്ജസ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇല്ല, കൊടുക്കേണ്ടി വന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ ഇട്ടിട്ട് പോയി നിന്നിട്ടുണ്ട്. ഇതിനിടെ ഒരു 3 മാസം മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ട്രിവാൻഡ്രം ജില്ല, സ്ഥലം ഞാൻ പറയില്ല, ട്രിവാൻഡ്രം ജില്ലയാണ്, അട്ടിവടക്ക്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ക്ലാസിക്കൽ ഡാൻസ് അല്ല കൈകൊട്ടിക്കളി. ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ശരിയായ കൈകൊട്ടിക്കളിയും വരുന്നു. ക്ലാസിക്കൽ ഡാൻസിൻ്റെ സെക്രട്ടറിയും വന്നിട്ടുണ്ടെങ്കിൽ ശരിയായ കൈകൊട്ടിക്കളിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും മനോഹരമായിട്ട് കളിച്ച ടീം അവിടെ ഉണ്ടായിട്ടും 2 ക്ലാസിക്കൽ ഡാൻസ് അറിയുന്ന ക്ലാസിക്കൽ ടീച്ചേഴ്സ് തന്നെ നല്ല രീതിയിൽ ക്ലാസിക്കൽ ഡാൻസ് അറിയുന്ന എന്നെക്കാട്ടും നന്നായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നവരാണ്. ഓക്കെ, പക്ഷേ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ പാവപ്പെട്ട കുട്ടികളെ ഇന്ന് 1 ലക്ഷം റുപ്യയും 50,000 റുപ്യക്കും എന്താ പറയുക അരങ്ങേറ്റം കഴിപ്പിക്കുന്നത് 3,000 റുപ്യക്ക് അരങ്ങേറ്റം കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്, ഒരു വായനശാല, പെട്ടെന്ന് പറഞ്ഞു പോലപ്പാ, അടുത്തുള്ള വായനശാല. ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ല, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ പറ്റില്ല, സ്കൂൾ ടീച്ചർ അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രതിഫലമൊന്നും ചോദിച്ചു വാങ്ങില്ല. അപ്പോൾ അവിടെ ഞാൻ 2 കൊല്ലം പഠിപ്പിച്ച് കുട്ടികളെ അരങ്ങേറ്റം കഴിപ്പിച്ചു. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് 13 വർഷത്തിന് ശേഷം ഞാനും സ്റ്റേജിൽ കയറി. എൻ്റെ കൂടെ കയറിയൊരു മോളുണ്ട് ഇവിടെയുള്ളത്. അവർ 10 കുട്ടികൾ നിർത്തിയവരാണ്, ഡാൻസ് നിർത്തിയ കുട്ടികൾ, ഹൈദരാബാദിൽ നിന്നൊക്കെ പഠിച്ച കുട്ടികളാണ്. പക്ഷെ അവർക്ക് ടീച്ചറെ കൂടെ ചെയ്യണം എന്നുള്ള രീതി, ഒന്നുകൊണ്ട് മക്കളെ കളിക്കാം എന്നുള്ള രീതിയിൽ രാമസ്തുതി അങ്ങനെ ചെയ്തു. പക്ഷേ ആ കുട്ടികൾക്ക് ഇന്ന് ഞാൻ ഒരുപാട് സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ അവർക്ക് അത്രയും സ്റ്റേജ് കിട്ടിയിട്ടില്ല. പക്ഷേ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് 1 ലക്ഷം 2 ലക്ഷം റുപ്യ സ്റ്റേജിന് വേണ്ടിയിട്ട് ടീച്ചർമാർ പോയിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്, ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. പക്ഷേ ഈ 2 ടീച്ചേഴ്സ് അന്ന് ചെയ്തത് ഭയങ്കര ഫ്രോഡായിപ്പോയി. നന്നായി കളിച്ച 2 ടീമിനെ തഴഞ്ഞു, എന്നിട്ട് മറ്റു ടീമിന് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് മൈക്ക് എൻ്റെ കയ്യിൽ തരികയും ചെയ്തു. ഞാൻ ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, മൈക്ക് അവിടെ ഇട്ടു. ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഒരു രീതിയിലും മൈക്ക് ഞാൻ എടുക്കില്ല, പക്ക ഫ്രോഡ് ജഡ്ജ്മെൻ്റ് അവിടെ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, മികച്ച ടീമാണ്. അവരൊരിക്കലും ഒരു സ്ഥാനം പോലും കൊടുത്തില്ല. ഒരു സ്ഥാനമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പേഴ്സണൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെക്കുക എന്നുള്ളൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായി. അന്ന് ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. അന്ന് ഞാൻ പറയുകയും ചെയ്തു, ഇനി ഞാൻ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇല്ല. അതിന് ശേഷം ഞാൻ തിരുവനന്തപുരം പോയില്ല. അതിനുശേഷം ഇതുവരെ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടില്ല. കൊല്ലത്ത് വരെ പോയി തിരുവനന്തപുരത്തേക്ക് കടന്നില്ല. പോവുകയില്ല. കാരണം ആ തെറ്റ് തിരുത്തി അതിനുശേഷം ആ ജഡ്ജസിനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ 4-5 സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു ഇൻസൾട്ട് ചെയ്യുക, കറുപ്പ് നിറയല്ലേ, നിങ്ങൾ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് കളിച്ചൂടെ. ആ കുട്ടികൾ ഞാൻ ഇരിക്കാത്ത സ്ഥലത്ത് എനിക്കിങ്ങനെ മെസ്സേജ്, ടീച്ചറെ ഇങ്ങനെയല്ലേ ഇൻസൾട്ട്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരും. പക്ഷേ അതൊക്കെ മോശമാണ്. കുനിഞ്ഞു നിന്ന് കളിക്കുന്ന സമയത്ത് പറയും, ഇതെന്താ നിങ്ങളെ പുറകെ കാണാൻ വേണ്ടിയിട്ടാണോ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള ആഭാസം പറയുന്ന ജഡ്ജസ് ഉണ്ട്. എന്തിനായിട്ട് ആവശ്യം? വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറേ ഉണ്ട്. ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുന്നെന്ന് പറയുന്നില്ലേ, സങ്കടം വന്നു. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ ആൺകുട്ടികൾ കളിക്കുമ്പോൾ ആൺകുട്ടികൾ നല്ല പവറിൽ കളിക്കുന്നുണ്ട്, ആൺകുട്ടികളെ പവറൊന്നും പെൺകുട്ടികൾക്ക് കിട്ടൂല എന്ന്. അതൊക്കെ തെറ്റാ.
ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പറ്റുന്ന രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്ത് രണ്ടുപേരും ഒരുപോലെ കളിക്കുന്ന എത്രയോ ടീമുകളുണ്ട്. ഇതൊക്കെ ജഡ്ജസിന് മനസ്സിലാക്കേണ്ട കാര്യം. ജഡ്ജസ് അറിയാതെ പല വാക്കുകൾ പറയുന്നത് നിയന്ത്രിക്കുക. മീൻസ് ഞാനായാൽ പോലും അറിയാതെ പറയുന്ന കാര്യങ്ങൾ കുട്ടികളെ എത്രത്തോളം പല ടീമുകൾ പോലും നിർത്തി. ഇത്ര ടീമുകൾ നിർത്തിയെന്നറിയോ? അതൊന്നും ശരിയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല, അതൊന്നും ശരിയല്ല. കല നിന്നു പോവും, മുരടിച്ചു പോവും, അത്ര തന്നെ. രേണു ടീച്ചറിന്റെ റീലിന്റെ അടിയിൽ തന്നെ ഒരുപാട് കമന്റ്സ് വരും. അതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അതിൽ നമുക്ക് കുറച്ചും കൂടി പേഴ്സണലി ഒരു ഹേർട്ട് ചെയ്ത് തോന്നിയിട്ടുള്ള ഒരു കമന്റ് ആണ്, വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ ഏത് ടീച്ചറും കിട്ടിയ സ്ഥലത്ത് തുള്ളു എന്നുള്ള കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാനത് കേൾക്കുകയും ചെയ്തു. എൻ്റെ വീട്ടിലെ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞു പോകും. ഓക്കെ, എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഞാൻ വളരെ പോസിറ്റീവാണ്. എൻ്റെ അമ്മ വളരെ പോസിറ്റീവായിട്ടില്ല, റിട്ടയർഡ് ടീച്ചറാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടീച്ചറാണെങ്കിൽ പോലും ഞാനൊരു പേഷ്യൻ്റാണ്. ഓക്കെ, ഞാൻ നല്ലൊരു പേഷ്യൻ്റാണ്. പക്ഷേ ഞാനൊരു പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ തളരുന്ന ഒരാളല്ല. എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ടാകും ജയഭാരതീനെ പോലെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ കൂടെയുള്ള കുട്ടിയൊക്കെ ഞാൻ സ്റ്റേജ് നിർത്തിയത്, എനിക്ക് സ്റ്റേജിൽ വളരെ ലൈറ്റ് ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബോധം കിട്ടു പോകും. 1.5 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് ബോധം ഉണ്ടാവില്ല. ഫിക്സിൻ്റെ ഭാഗമാണ്. 2 വയസ്സ് മുതൽ തുടങ്ങിയിട്ടില്ല, പല തവണ തലയടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വരും ഈ തലയടിച്ച്. അത് വന്നു കഴിഞ്ഞാൽ ശരിക്കും വടയക്ഷി തോറ്റു എന്ന് പറയും. മന്ദബുദ്ധി എന്നും പറയും, അങ്ങനെ പറയാൻ പാടില്ല. വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ചത്തേക്കാൻ തോന്നും. അത്രയും വേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ ഒരു മെഡിസിനാണ് എൻ്റെ കല. ഈ കലയുള്ളിടത്തോളം കാലം എനിക്ക് ഒരു മെഡിസിൻ, എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ നിർമ്മൽ രാജ് എന്ന് പറയുന്ന കൊയിലി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല, എൻ്റെ ലൈഫ് ലോങ് ഞാൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും പവർഫുൾ ടാബ്ലറ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ കലയിലെ കൂടി മാത്രമാണ് ഞാനത് തരണം ചെയ്തിട്ടുള്ളത്. എൻ്റെ എൻ്റെ ജോജോ ഡോക്ടറാണ് എൻ്റെ മകനെ ജന്മം അവനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത്. ജോജോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് കല കണ്ടിന്യൂ ഒന്നുമില്ല, കൂൾ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നാടൻ പാട്ട് പാടുമ്പോൾ മാത്രമേ എൻ്റെ കുഞ്ഞ് ചലിക്കൂ. നാടൻ പാട്ടിൻ്റെ ഒച്ച, അന്നൊരു ജഡ്ജ്മെൻ്റ് ഇല്ല, ആ ഒരു ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ചലിക്കൂ, അത്ര ഇതായിരുന്നു. പക്ഷേ ആ കല കൊണ്ട് എൻ്റെ ഡെലിവറി ആയാലും എൻ്റെ ഇപ്പോൾ ഉള്ള അസുഖമാണേലും ഞാൻ അതിനെ തരണം ചെയ്യുന്നു. അപ്പോൾ ഇവർ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കുറേ കൊടുക്കേണ്ടി വരും. ഇത് എൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ ഞാനൊരു പേഷ്യൻ്റ് ആണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള പലരും ചിലപ്പോൾ പല പേഷ്യൻസ് ആയിരിക്കാം. അപ്പോൾ അവരെ തരണം ചെയ്യാൻ ചിലപ്പോൾ എൻ്റെ അമ്മയാവാം, ചിലപ്പോൾ എൻ്റെ മകനാവാം, ചിലപ്പോൾ എൻ്റെ ഫാമിലിയിൽ പോലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ഹസ്ബൻഡും ഞാനും തമ്മിലുള്ള. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ എനിക്കുള്ളത് എൻ്റെ കലയാണ്. അപ്പോൾ ജോലി സമയത്ത് എനിക്ക് പറ്റൂല. കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്നത്, അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ വിഷമം കൂടി കാണിക്കാൻ പറ്റില്ല. കുട്ടികൾ അമ്മക്ക് തുല്യമായിട്ട് എന്നെ കാണുന്നത്. അപ്പോൾ അവിടെ അടുത്ത് പോയിട്ട് എനിക്ക് കരയാൻ പറ്റില്ല. ഈ ചിരി എനിക്ക് കാണിക്കാൻ പറ്റും. വിളിക്കുന്നത് മക്കളെ, മക്കളെ ഞാൻ വിളിച്ചാൽ എനിക്ക് ഉറപ്പാ അങ്ങുള്ള കുട്ടി വരെ കേൾക്കും. ഇന്ന് പുറത്തിരിക്കുന്ന 2 കുട്ടികൾ ഞാൻ 2ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്ന മക്കളാണ്. ഇന്ന് 18 വയസ്സ് 20 വയസ്സെത്തിയ, പക്ഷേ അവരെ കൂടി ഞാനിന്ന് കുട്ടികളെ പോലെയാണ് അത്രയും. അപ്പോൾ ആ ചോദിക്കുന്നവർക്ക് എനിക്ക് ഉത്തരവില്ല. പക്ഷെ ഒരു കാര്യമേ പറയാനുള്ളൂ, മക്കളെ, എൻ്റെ കല ഉള്ളിടത്തോളം എൻ്റെ രോഗത്തിനെ ഞാൻ മറികടക്കും. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് വാക്കുകൾ ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് കാണാം. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് 2 കമന്റ് ഞാൻ വായിക്കാം. ടീച്ചർ ജസ്റ്റ് റിയാക്ഷൻ മാത്രം കൊടുത്താൽ മതി കേട്ടോ. മാതൃകയാകേണ്ടവൾ തെരുവ് ഡാൻസ് കളിക്കുന്നു. അടുത്ത കമന്റ്, ഇവൾ ബാർ ഡാൻസ് ചെയ്താണ് ഇവക്ക് ശീലം. ഓക്കെ. ഈ ബാർ ഡാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൈകൊട്ടിക്കളീനെയാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. കൈകൊട്ടിക്കളി ബാർ ഡാൻസ് ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തെരുവ് ഡാൻസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ തെരുവിലാണ്. തെരുവ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ കളിക്കുന്ന സ്ഥലം. ഓരോ ഗ്രാമത്തിലും ഓരോരോ സ്ഥലത്ത് നിന്നിട്ടാണ് കളിക്കുന്നത്. സ്റ്റേജിലല്ല കൈകൊട്ടിക്കളി കളിക്കുന്നത്. അപ്പോൾ കൈകൊട്ടിക്കളി കളിക്കുമ്പോൾ സ്റ്റേജിൽ കളിക്കുന്നുണ്ട്, പുറത്തും കളിക്കുന്നുണ്ട്. ആ പുറത്ത് മറ്റ് കലാകാരികൾ തെരുവ് ഡാൻസാണ് കളിക്കുന്നുണ്ടെങ്കിൽ ആ തെരുവ് ഡാൻസ് തന്നെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. ആ തെരുവ് ഡാൻസിൽ അവരുടെ കൂടെ തന്നെ ഞാൻ പങ്കാളിയാവുന്നു. ആ കളിക്കുന്ന കുട്ടികളെല്ലാം ബാർ ഡാൻസാണ് കളിക്കുന്നുണ്ടെങ്കിൽ അത് ഡാൻസ് തന്നെയല്ലേ. ഇപ്പോൾ കളിക്കുന്ന ബാർ ഡാൻസ് എന്ന് പറയുന്ന ഇവർ പറയുന്ന ആ ബാർ ഡാൻസിലെ ബാർ ഡാൻസ് ജഡ്ജായിട്ട് ഞാൻ നിൽക്കാം. അല്ലാതെ ഇതിനെന്തോ മറുപടി കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ, വേറെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്നെ ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കിയ ആളാണെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്ര സിമ്പിളായിട്ട് പ്രതികരിക്കാൻ പറ്റും. രേണു ടീച്ചർക്ക് വേറൊരു മുഖമുണ്ട്,
പക്ഷെ ആ മുഖം വേണ്ടടുത്തേ ഞാൻ പ്രയോഗിക്കല്ല. ഇതിനൊന്നും എന്തിനു പറയണം, അങ്ങനെ എന്തൊക്കെ പറയാം. അയ്യോ നെവർ മൈൻഡ്. ഞാൻ ഒരുപാട് പ്രശ്നം തരണം ചെയ്തിട്ട് ഇടത്തേക്ക് എത്തിയതാ. 35 വയസ്സായി. ഈ 35 വയസ്സിൽ 10ാം ക്ലാസ് മുതൽ ഈ നേരം വരെ ഞാൻ നിൽക്കുന്നത് വളരെ അന്തസ്സായിട്ട് എൻ്റെ ജോലി ചെയ്ത് എൻ്റെ ക്യാഷിനെ കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഹസ്ബൻഡ് ജോലിക്കാരനാണ്, അമ്മ ടീച്ചറാണ്, അച്ഛൻ മിലിറ്ററിക്കാരനാണ്, ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ മോളാണ് ഞാൻ. ഓക്കെ, പിന്നെ മാമന്മാരൊക്കെ പോലീസുകാരാണ്. അപ്പോൾ ഇവരെല്ലാം കീഴിൽ നിൽക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ പൈസ തരാൻ പറ്റുകയാണെങ്കിലും അവർ പൈസ തന്നിട്ടല്ല, എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, എല്ലാം പറയുകയും ചെയ്യും. പക്ഷേ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വായിനെ കൊണ്ടല്ല അടിച്ച് തെറിപ്പിക്കുകയും ചെയ്യും എൻ്റെ അച്ഛനും. അത് ചെറിയ കയ്യിനെ കൊണ്ടല്ല, ബെൽറ്റിനെ കൊണ്ടൊക്കെ അടിക്കുക. അങ്ങനെ അടിക്കുന്ന അച്ഛൻ്റെ മോളാണ് ഞാൻ. അതുകൊണ്ട് തെറ്റിലേക്ക് പോവുകയില്ല. പറയേണ്ടടുത്ത് നന്നായിട്ട് പറയാനും അറിയാം. ഇപ്പോൾ നല്ല ക്ഷമയും പഠിച്ചിട്ടുണ്ട്, വളരെയധികം ക്ഷമ. ജീവിതം തുടങ്ങിയതിന് ശേഷം, മാരേജ് തുടങ്ങിയതിന് ശേഷം നല്ല ക്ഷമ എൻ്റെ ഭർത്താവ് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അധികം ആരടുത്തും പ്രതികരിക്കില്ല, ഒന്നും പ്രതികരിക്കില്ല. മുഖം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രതികരണം കൂടുതലായി പോകും, ചിലപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല. ആണായാലും പെണ്ണായാലും ഉണ്ടാവില്ല. അത് ഒരു കണ്ണൂർക്കാരിയുടെ ഒരു ചോരത്തിളപ്പാണ്. പിന്നെ രക്തം, മിലിറ്ററിക്കാരൻ്റെ മോളല്ലേ, അത് ഇനി ഇല്ലാണ്ടിരിക്കൂലല്ലോ. പക്ഷെ അങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടില്ല കേട്ടോ, വരരുത് എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ അച്ഛൻ ഇത്ര സ്ട്രിക്റ്റിൽ വളർത്തിയൊരു മോളാണ്. മോളുടെ ലവ് സ്റ്റോറി അപ്പോൾ എങ്ങനെയാണ് പോസിബിൾ ആയത്? എൻ്റെ ലവ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ പ്രണയിച്ച വ്യക്തിനെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പ്രണയിച്ച വ്യക്തിനെ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിന് അറിയാം ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രണയിച്ച്, അവരവർ പ്രണയിച്ചിട്ടില്ല. ഇപ്പം പ്രണയിക്കുന്നുണ്ടാവാം. ഭൂമിയിൽ പ്രണയിക്കാത്തതായിട്ട് ആരുമില്ല. ഞാൻ പ്രണയിക്കലേ ഇല്ല എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ എന്താ പറയുക കള്ളം പറയുന്നത്. ഭൂമിയിലുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രണയിക്കുന്നവരാണ്. പക്ഷേ പ്രണയിച്ചവരെ കിട്ടണമെന്നില്ല. ഓക്കെ, ഞാൻ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്, ഉള്ള പറയുന്നതിൽ എന്താ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. പക്ഷേ സിൻസിയറായിട്ട് പ്രണയിച്ച ആളെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അതിലുപരി തൊട്ടടുത്തുള്ള ഒരാൾ എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതുപോലെയാണ് എൻ്റെ ഭർത്താവിൻ്റെയും വീട്. പക്ഷെ എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു എന്താ പറയുക പൗരുഷത്തോട് കൂടിയിട്ട് വന്ന് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ? അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു നടക്കും തോന്നില്ല മോനെ, ഓള് പ്രണയം തലേ കയറിയിട്ട് വെക്കുന്ന മോനെ. ആര്? ഓക്കെ, ഇങ്ങനെ ഒരു പ്രണയമുണ്ട്. അപ്പോൾ പറഞ്ഞു അതെയാ, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഇല്ല മോനെ, നമ്മൾ നടത്തി കൊടുക്കില്ല, കാരണം അനദർ കാസ്റ്റാണ്. അപ്പോൾ പറ്റൂല, എൻ്റെ ഫാമിലി സംബന്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി സംബന്ധിച്ചിടത്തോളം പറ്റൂല. അപ്പം നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാതെ ജീവിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. പക്ഷേങ്കിൽ നടന്നില്ല. അതൊന്നും ഡയലോഗ് പറയുന്ന പോലെയല്ല, ആ സമയത്ത് ചിന്തിക്കുന്ന പോലെയല്ല. സിനിമയിലാണെങ്കിൽ നടക്കും, വേണമെന്നുണ്ടെങ്കിൽ നടക്കും. പക്ഷെ ആ സിറ്റുവേഷനിൽ നമുക്ക് പറ്റിയില്ല, ഫാമിലി എന്നുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഇദ്ദേഹം വളരെ പ്രൗഢിയോട് ചോദിച്ച സമയത്ത് എൻ്റെ ചേച്ചി പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നീ വല്ല ജോലിയും നോക്കിയിട്ട് നല്ലൊരു പെണ്ണിനെ കെട്ടിയിട്ട് പോയി, എന്നെ കെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എൻ്റെ മൈൻഡിങ്ങിന്. അങ്ങനെ ആൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആദ്യം നീ ഒരു ജോലി നോക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. വളരെ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ഗൾഫിലേക്ക് എന്നെ കെട്ടാൻ വേണ്ടി ഗൾഫിലേക്ക് ജോലിയിലേക്ക് പോയി. 1 വർഷം കൊണ്ട് നാട്ടിൽ വന്നിട്ട് പിന്നെ എൻ്റെ അമ്മേനോട് ചോദിച്ചു ഇതാ സ്ഥിരമായിട്ട് ജോലി, ഇതാ എൻ്റെ സാലറി. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കെട്ടണ. അപ്പോൾ ഞാൻ എൻ്റെ പ്രണയിതാവിനോടും ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നല്ല കാര്യം, ആയിക്കോട്ടെ, സന്തോഷം, ഞാനും അത് കഴിഞ്ഞിട്ട് ചിന്തിക്കാം. മോനെ ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ പറയുന്ന വിമർശനം പറയുന്നില്ലേ, ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ എലിയാവും. അതെനിക്ക് 100%. ആ കൈ മാത്രമേ എൻ്റെ കൂടെ വേണ്ടു, വേറൊന്നും വേണ്ടത്. ഇവിടെ പച്ച കുത്തി ഇങ്ങനെ വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരാ. ഭയങ്കര ബോൾഡാണ്. ഞാനിപ്പോൾ ഒന്ന് വീണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണീക്കണേയായിരുന്നു, നാണോ ഇല്ലേന്നേ പറയും. അങ്ങനെ പറയും. അത്രയും ധൈര്യം തരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടം അയാളെയാണ്. കാരണം പ്രണയിച്ചത് അയാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അദ്ദേഹം 9ലാണ് കേട്ടോ. ബാക്കി ഹിസ്റ്ററി ഞാൻ പറയുന്നില്ല. ഞാൻ 10ൽ പഠിക്കുമ്പോൾ അദ്ദേഹം 9 ഒരേ സ്കൂളിൽ. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. പ്രായത്തിൽ 1 വയസ്സ് ഇളയതാണെങ്കിൽ, മാസത്തിന് അങ്ങനെ പറയാം, ഇളയതാണെങ്കിൽ പോലും ആ കൈത്താണ്. അതാണ് എൻ്റെ രോഗത്തിനെ പോലും ഞാൻ തരണം ചെയ്യുന്ന, കല പോലെ തന്നെ തരണം ചെയ്യുന്ന മറ്റൊന്ന്. പിന്നെ ഒന്ന് എൻ്റെ മകൻ, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പോരെ, അതിൽ കിടക്കുന്നുണ്ട്. ക്ലിയർ? കുറേ കമൻസ് ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട, ഒരുപാടുണ്ട്. അതിലൊരു കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് രസകരമായിരുന്നു. ഞാൻ ഉപ്പ് കരുവാട് ഉറവത്ത് സോറ് ആ പാട്ട് ഞാൻ ചെയ്തിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കുറേ നേരം ഞങ്ങളവിടെ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന്, നമ്മൾ വളരെ റെയറായിട്ട് ഒരുപാട് നേരം ഇരിക്കലല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം
അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ റീൽ ചെയ്ത സമയത്ത് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്ത് നല്ല കമൻറ്റ് വന്നു പറഞ്ഞാൽ തൊട്ടപ്പുറം കുളമുണ്ട്, അല്ല പുഴയുണ്ട്, ആ പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ പണ്ടാരം ഒന്ന് ചത്ത് കിട്ടുമായിരുന്നു ഒരു കമൻറ്റാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞിട്ടുള്ളതാണ്, ടീച്ചർ നല്ല വൃത്തിയിൽ ഡാൻസെല്ലാം കളിക്കുന്നുണ്ട്, നീന്തലും കൂടി, ഞാൻ നീന്തൽ ചാമ്പ്യനാണ്, നീന്തൽ ഷട്ടിലിൻ്റെയും ചാമ്പ്യനാണ് ഞാൻ, അത് അറിയാത്ത പാവങ്ങളല്ലേ. അപ്പോൾ ആ നീന്തം കൂടി ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കാലൊന്ന് തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ വേറൊരു കോലം കൂടി ബുളും അങ്ങനെ നല്ല നല്ല കമൻ്റൊക്കെ വരലുണ്ട്, ഞാൻ കാണലുണ്ട്. രസകരമായി ഞാൻ ചിരിച്ചു തള്ളും. പക്ഷേ എന്ത് ചിരിച്ചു തള്ളുമ്പോൾ ഇതിനിടയ്ക്കൊരു കമൻറ്റ് വന്ന് എൻ്റെ ഹസ്ബൻഡിനെ തൊടുന്ന രീതിയിൽ. ആളത് കണ്ടിട്ടില്ല, ഞാനത് പറയാനും ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് കുറച്ച് നല്ല രീതിയിൽ ആ സ്ഥലത്ത് എൻ്റെ അമ്മേനെയോ അവരാരെങ്കിലാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് രേണുസുതി ചെയ്തിട്ടുണ്ടായിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഏതോ ഒരു കമൻ്റ് ഇടയ്ക്ക് ഒരാളുടെ വീട്ടിൽ കയറി ചെന്നു ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായി. അത് സപ്പോസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് കണ്ട, കാരണം എന്നെ സുതിയായിട്ടൊക്കെ കമ്പയർ ചെയ്യലുണ്ട് പലരും. ഓക്കെ, സുതിയേട്ടനൊക്കെ അറിഞ്ഞിട്ട്, സുതിയേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്ക ഉള്ള പറയുന്നതല്ല, എന്താ അനിയത്തി കുട്ടിയെന്നാണ് വിളിക്കല്ലേ, സുതിയേട്ടൻ, സുമേഷ് ഏട്ടൻ, ബിജു ഏട്ടൻ, ഞങ്ങളൊക്കെ ഈ ഫീൽഡിൽ ക്ലിക്കായിട്ടില്ല എന്നേ ഉള്ളൂ, സാഹചര്യങ്ങൾ കൊണ്ട് ക്ലിക്കായിട്ടില്ല. ഉള്ള പറയുന്നതിലെന്താ ക്ലിക്കാക്കാൻ ആളുണ്ടായിട്ടില്ല, കാരണം എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഉദ്യോഗസ്ഥരായിപ്പോയി. പക്ഷേ ഇത് ഇഷ്ടമാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടുമായിരുന്നു. അപ്പോൾ സുധിയേട്ടൻ്റെ ഭാര്യയാണ് രേണുവേച്ചിയായിട്ടൊക്കെ എന്നെ കമ്പയർ ചെയ്യാൻ ഞാനായി മാത്രം ആരാണ് എൻ്റെ സുഹൃത്തുക്കളെ. അപ്പോൾ അതുപോലെ പ്രതികരിക്കേണ്ട ഒരു സന്ദർഭം എനിക്ക് വന്നിട്ടുണ്ടായി. പക്ഷേ എൻ്റെ ഫീൽഡ് ഐ എം എ ടീച്ചർ. ഓക്കെ, മക്കളും ആളുടെ സിസ്റ്ററാണെന്നും പറഞ്ഞിട്ടുണ്ട്, റിയൽ സിസ്റ്റർ ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എനിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല പലരുടെ ഡാൻസിനും. പക്ഷെ എന്നാൽ പോലും മുന്നിലൊരു കലാകാരി വന്നിട്ട് വാ ടീച്ചറെ ഒരു സ്റ്റെപ്പ് കളിക്കാന്ന് പറയുമ്പോൾ ഒന്ന് പോയാട്ടാടുന്ന്, നീ ഏടത്തെയാന്ന്, എനിക്ക് നിൻ്റെ കൂടെ കളിച്ചുകൂടെ എന്ന് പറയാൻ എനിക്കറിയില്ല, ഞാൻ അവിടെ കളിക്കും. അത് താളൂല്ലാത്ത ആളാണെങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒപ്പിച്ച് ചെയ്യും. അതെൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതേത് കൊലകൊമ്പൻ ഏത് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കമൻ്റ് അടിക്കുന്നവർ എത്ര വേണേലും ഇനിയും കമൻ്റ് അടിക്കും. ഓക്കെ, കണ്ടിന്യൂ. ഇതേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയും. ഇനി ഇതിനെത്ര കമൻറ്റ് വരും എന്ന് എനിക്കറിയില്ല. നല്ലോണം കമൻ്റ് ഇടുക, അതിഗംഭീരമായിട്ട് കമൻ്റ് ഇടുക. നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിച്ചിട്ട് ആ കമൻ്റ് എന്ന് തിരുത്തുന്നോ അത്രയും നല്ലത്. വേറൊന്നും പക്ഷെ എന്തും പറഞ്ഞോ, എൻ്റെ മകനെയോ എൻ്റെ ഹസ്ബൻഡിനെയോ എൻ്റെ അമ്മേനെയോ അച്ഛനെയോ എൻ്റെ വീട്ടിലുള്ളവരെ തൊട്ട് കളിക്കണ്ട. എന്തും പറയാൻ പറ്റുന്ന ഒരാളാണ് ഇടിയിരിക്കുന്നത്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഓക്കെ, അതേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ടീച്ചർ ഇത്രയും നേരിട്ട് അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേണ്ടി ഒരു ഡാൻസ് ചെയ്യൂ. ഇവിടുന്ന് ഇരുന്നുകൊണ്ട് തന്നെ മതി. ജസ്റ്റ് നമ്മുടെ വൈറലായിട്ടുള്ളതില്ലേ കണ്ടു. അയ്യോ, അത് എൻ്റെ വൈറലല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രയിലെ പുള്ളിക്കാരനക്ക് ആ സ്റ്റെപ്പ് അറിയില്ല. പുള്ളിക്കാരത്തി അവിടുന്ന് കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കളിക്കുന്നല്ലാതെ. പക്ഷെ എല്ലാവരും പുള്ളിനെ പഠിപ്പിച്ചത് തന്നെ ടീച്ചറാണ്. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സ്റ്റെപ്പും എനിക്കറിയില്ല. ഞാൻ വയനാട്ടിലൊരു ജഡ്ജ്മെന്റ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ സമയത്ത് ഞാൻ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്, ശ്രീതിയെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് കളിച്ച്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുള്ളിക്കാരത്തിനെ നേരിട്ട് കാണുന്നത്. അപ്പോഴാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ എടുക്കുന്നതും ഈ ഐഡിയൊക്കെ കാണുന്നത്. എനിക്കറിയില്ല, അതൊക്കെ അവരുടെ കൊറിയോഗ്രാഫിയാണ്. നമ്മൾ വിചാരിച്ചത് ടീച്ചറുടെ കൊറിയോഗ്രാഫി. കേൾക്കണ്ട, പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. അവർക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളവരാണ്. അതിൻ്റെ 7 അയലത്ത് നമ്മൾ വരൂല. പിന്നെ ചില സാഹചര്യത്തിൽ ഒരുമിച്ചായി പോന്നു, അത്ര തന്നെ. എന്നാലേ നമുക്ക് വേണ്ടി ടീച്ചർ ഒരു 2 സ്റ്റെപ്പ് ഇരുന്നുകൊണ്ടായാലും മതി, കംഫർട്ടായിട്ട്. ഞാൻ പാടിക്കൊണ്ടിരിക്കും. അത് മുദ്രകൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള മുദ്രകളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അതിൽ കൂടുതൽ എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. മൂഷിക വാഹന മോദക ഹസ്ത ചാമര കർണ വിളംബിത സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനാശക പാദ നമസ്തേ.
നന്ദി. അപ്പോൾ അതിൽ തന്നെ കൊടുത്തു. ഇനി ഏറ്റവും കൂടുതൽ വിമർശനം ഇതിലാണ് വരുന്നുണ്ടാവുക, കണ്ടോ? അത് ഏറ്റവും കൂടുതൽ വിമർശനം വരും, നോക്കിക്കോ. അല്ലെ, ഇതാണല്ലോ മറ്റ് വൈറലായിട്ടുള്ള ഒരു അന്ന് ഡാൻസ് കളിച്ചിട്ട് ഈ ഒരു ഇതേപോലത്തെ ഒരു ഡാൻസ് കണ്ടിട്ടല്ലേ പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞത്. കാരണം മൂഷിക വാഹനം ഞാനിപ്പോ കളിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചു. ടീച്ചർ പറഞ്ഞല്ലോ ഇതൊക്കെ തെറ്റിപ്പോയി. അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മളോട് ഇത്രയും നേരം കോപ്പറേറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷം. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടത്തേക്ക് എന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം. താങ്ക് യു.